നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന ഒരു കോടതി വിധിയാണ് വന്നിരിക്കുന്നത്. അതിന്റെ കാരണക്കാരാരാണെന്ന് വെച്ചാൽ ഇന്ന് സർക്കുലർ എഴുതി തന്ന നമ്മുടെ മൂലക്കാട് മെത്രാനാണ് അതിന്റെ കാരണക്കാരൻ. ഞാനത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. സമയം തീർത്തിക്കാതിരിക്കാനായിട്ട് അത് വായിക്കാം. ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുവാൻ കാരണം നമ്മുടെ അതിരൂപത മെത്രാന്റെ കെടുകാര്യസ്ഥതയും സമുദായ വിരുദ്ധ നിലപാടുമാണെന്നുള്ള വിവരം വ്യക്തമായി കഴിഞ്ഞു. കോടതി വിധിയിലുണ്ട്. സഭാ നേതൃത്വത്തിന് സമുദായ കാര്യത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി നിശ്ചയിക്കുകയാണ്. സഭയും സമുദായവും രണ്ടാണെന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. സമുദായം നേരിടുന്ന പ്രതിസന്ധികളിൽ ഉത്തരം പറയാൻ മെത്രാന്മാർക്ക് അധികാരമില്ല. അവർ സഭയുടെ ആളാണ്. സമുദായത്തിന്റെ വിഷയമാണ് ഇത് വന്നിരിക്കുന്നത്. അത് സമുദായ നേതാക്കന്മാരായിരുന്നു അതിന് ഉത്തരം പറയേണ്ടിയിരുന്നത്. അതിനാരെയും അദ്ദേഹം അനുവദിച്ചില്ല. ഗ്രാനായ സമുദായം ഒരു മതസംഘടനയല്ല, ഒരു ജാതി സമൂഹമാണ്. ഭാരതത്തിലെ ഇതര ജാതി സമൂഹങ്ങളെ പോലെ ചരിത്രവും ആചാരമര്യാദകളും സ്വവംശ വിഭാഗ നിഷ്ഠയും ഒക്കെയുള്ള ഒരു ജാതി സമൂഹം. ഭാരതത്തിൽ ഇതുപോലുള്ള സമൂഹങ്ങൾക്ക് ഭരണഘടനാപരമായി സംരക്ഷണം ഉള്ളതാണ്. കേസിൽ കക്ഷിയാകേണ്ടത് ഗ്രാനായ സമുദായ നേതൃത്വമായിരുന്നു. സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ ചരിത്രവും സഭാപരമായിട്ടുള്ള അംഗീകാരവും മറ്റ് രേഖകളായി കോടതിയിൽ സമർപ്പിക്കുവാൻ മൂലക്കാട് മെത്രാൻ ഗുരുതരമായ ഉദാസീനത കാണിച്ചു. മലബാർ സഭയ്ക്ക് ചരിത്രമുണ്ടാകുവാൻ ഗ്രാനായക്കാരെ കോടതിയിൽ അധികം ബലി കൊടുക്കുകയായിരുന്നു. നവീകരണ സമിതി കേസിന്റെ പിന്നിലുള്ള ശക്തികളുമായി നമ്മുടെ മെത്രാൻ ചർച്ചകൾ നടത്തുകയും അവരുടെ നിവേദനങ്ങളും പരിവേദനങ്ങളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അംഗത്വം നിലനിർത്താമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഗ്രായിത്തമ്മന് 2 ഭാര്യമാരുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശത്രുക്കളാരോ പറഞ്ഞ വിവരക്കേട് നവീകരണ സമിതി കേസിൽ മെത്രാന്റെ വക്കീൽ കോടതിയിൽ കൊണ്ടുവന്ന് കേസ് തോൽക്കണമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അമേരിക്കയിൽ ഗ്രാനാക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഇടവകളിൽ സ്വവംശ വിവാഹം നടത്താത്തവരെയും ചേർക്കണമെന്ന് അവിടുത്തെ സീറോ മലബാർ മെത്രാൻ പറഞ്ഞപ്പോൾ സമുദായ നേതാക്കൾ പ്രതിഷേധിച്ചു. മൂലക്കാട് മെത്രാൻ അന്ന് 2012 പറഞ്ഞത് ലെസർ ഈവിൾ, അതായത് ഒരു കുട്ടിപിശാച് എന്ന പോലെ നമുക്കത് സ്വീകരിക്കാം, ഇടവകളിൽ ചേർക്കാമെന്നാണ്. പിന്നീട് അത് മാറ്റിയെടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ആ ചെറിയ പിശാച് വളർന്ന് ഇന്നൊരു ജഡ്ജിയുടെ രൂപത്തിൽ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്കിവിടെ നിലനിൽപ്പില്ലാതെ. നവീകരണ സമിതി കേസ് ഉണ്ടായ കാലം മുതൽ നമ്മുടെ മെത്രാൻ നടത്തിയ പത്രപ്രസ്താവനകളും വീഡിയോകളും ഇന്ന് വായിച്ച സർക്കുലറുകളും കള്ളമാണ്. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഗ്രാനായക്കാരെ നമ്മളാണ് സീറോ മലബാർ സഭയുടെ അടിസ്ഥാനമെന്ന് കോട്ടയത്ത് പ്രസംഗിക്കുന്ന നമ്മുടെ മെത്രാൻ കോട്ടയം വിട്ടാൽ ഇതിനെക്കുറിച്ച് പറയത്തില്ല, ഇവിടെ മാത്രമേ പറയുള്ളൂ. തെക്കുംപാതർക്ക് വേണ്ടി വികാരിയത്തെ അനുവദിച്ചത് 10-ാം പീസ് മാർപ്പാപ്പയ്ക്ക് പറ്റിയ തെറ്റായിരുന്നുവെന്ന് കാക്കനാട് സഭാകേന്ദ്രത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ചില മെത്രാന്മാർക്ക് നിവേദനം കൊടുക്കാൻ ചെന്ന നമ്മുടെ സമുദായ നേതാക്കളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെത്രാൻ അതിൽ പ്രതിഷേധിച്ചിട്ടില്ല. സീറോ മലബാർ സഭയുടെ ചരിത്ര പുസ്തകങ്ങളിൽ പലതിലും തെക്കുംഭാഗ ജനത്തിന്റെ പ്രേക്ഷിത കുടിയേറ്റത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. നമ്മൾ മതമർദ്ദനം കൊണ്ട് രക്ഷപ്പെട്ടു വന്നവരാണെന്ന് ചില പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഇതിന് മൂലക്കാട് മെത്രാൻ പ്രതിഷേധിച്ചിട്ടില്ല. പ്രിയരെ, മൂലക്കാട് മെത്രാന് സമുദായത്തോട് സ്നേഹമോ ഉത്തരവാദിത്വമോ പ്രതിബദ്ധതയോ ഒന്നുമില്ല. ഇതിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. നമ്മുടെ മെത്രാനിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. എല്ലാവരും കൈയൊന്ന് നീട്ടി പഠിക്കണം. ഞങ്ങൾ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണെന്നും ഇത് മൂലക്കാട് മെത്രാനെതിരെയുള്ള കുറ്റപത്രമാണെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ജയ് ഗ്രാനായ. നമുക്ക് വേണം.